സ്ത്രീകളെ ഇത്രമാത്രം അടച്ചാക്ഷേപിച്ച് സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ് കാന്തപുരം ചെയ്തത്. മതവിരുദ്ധമായ കാര്യങ്ങൾക്കെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് ലോകക്രമം അറിഞ്ഞുകൂടാ, ശാസ്ത്രത്തെക്കുറിച്ച് അറിയില്ല എന്നൊക്കെ എല്ലാവരും പറയുന്നു. എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. മോശപ്പെട്ട സന്ദേശമാണ്. ലോകക്രമം തന്നെ തകർക്കും. ഇവർ മോശപ്പെട്ട അവസ്ഥകളിലേക്ക് പോകും. ഇത് മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് ഹറാമാണ്. സമസ്തയും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുമൊക്കെ വാർത്തയിൽ ഇങ്ങനെ ചടപട നിറഞ്ഞു നിൽക്കുകയാണ്. കഴിഞ്ഞ 3 സ്ഥലങ്ങളിൽ 3 ഇടങ്ങളിലായി കാന്തപുരം നടത്തിയ പ്രസംഗത്തിൽ സ്ത്രീകളെ അടച്ചാക്ഷേപിക്കുന്ന നയമാണ്. അതായത് സ്ത്രീകളെ പുരോഗമന കാലത്ത് ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ലോകത്ത് സ്ത്രീകളെ ഇത്രമാത്രം അടച്ചാക്ഷേപിച്ച് സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ് കാന്തപുരം ചെയ്തത്. അതിൻ്റെ പശ്ചാത്തലം എന്തായാലും ആദ്യം സമസ്ത മുഷവറ യോഗത്തിൽ, കഴിഞ്ഞ ആഴ്ച നടന്ന സമസ്ത മുഷവറ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു, സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഇസ്ലാം വിരുദ്ധമാണ്. മെക്സവൻ പോലുള്ള വ്യായാമ മുറകൾ, ജിംനേഷ്യം, ഇതൊന്നും സ്ത്രീകൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല, ഇതൊക്കെ ഹറാമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് വലിയ വാർത്തയായി. ഇദ്ദേഹം കടൽക്കിഴവനാണ് എന്ന് ജസ്റ്റിസ് കമാൽ പാഷ ഇദ്ദേഹത്തെ വിമർശിച്ചു. അതിനും ഓപ്പോസിറ്റ് വിമർശനങ്ങൾ ഉണ്ടായി. എന്നാൽ അതിലൊന്നും തളരാതെ മെനിയാന്ന് മലപ്പുറം കുഴിമണ്ണയിൽ ഒരു പ്രസംഗം നടത്തി കാന്തപുരം. മലപ്പുറത്ത് കുഴിമണ്ണയിൽ അവിടെ ഇത് തന്നെ പറഞ്ഞു. എന്താണ്? സ്ത്രീകളും പുരുഷന്മാരും ഇടപഴകുന്നതിന് ഇസ്ലാം വിരുദ്ധമാണ്. 2 സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ മുന്നിൽ നിൽക്കാൻ പോലും അങ്ങനെ യോഗ്യതയില്ല. ആ തരത്തിലൊക്കെ പ്രസംഗിച്ചു. ഒരുമിച്ച് വ്യായാമം ചെയ്യുന്നത് തെറ്റ്, കുട്ടി കുപ്പായം ഇട്ടുകൊണ്ട് പോകുന്നത് തെറ്റ്. ഇവർ മുമ്പൊക്കെ ആണെങ്കിൽ സ്ത്രീകൾ മതപരമായ എല്ലാ കാര്യങ്ങളും അനുസരിച്ചിരുന്നു. ഇപ്പോൾ അവർ അതൊന്നും ചെയ്യുന്നില്ല. ഇത് ലോകത്തിൻ്റെ സർവനാശത്തിലേക്കാണ് പോകുന്നത് എന്നൊക്കെയായിരുന്നു കുഴിമണ്ണയിലെ പ്രസംഗം. അതും വിവാദമായി, അതും വാർത്തയായി. സ്ത്രീ വിരുദ്ധതയാണ് പറയുന്നത് എന്ന് എല്ലാവരും പറഞ്ഞു. എങ്കിലും കാന്തപുരം വിട്ടില്ല. കാന്തപുരം ഇക്കഴിഞ്ഞ ദിവസം കുറ്റ്യാടിയിലും പ്രസംഗിച്ചു. കുറ്റ്യാടിയിൽ പ്രസംഗിച്ചത് കുറച്ചുകൂടി ഡിഗ്രി കൂട്ടി പറഞ്ഞു. എന്താണ്? മതവിരുദ്ധമായ കാര്യങ്ങൾക്കെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് ലോകക്രമം അറിഞ്ഞുകൂടാ, ശാസ്ത്രത്തെക്കുറിച്ച് അറിയില്ല എന്നൊക്കെ എല്ലാവരും പറയുന്നു. എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഇത്തരം കാര്യങ്ങളിലൊക്കെ എനിക്ക് നല്ല പരിജ്ഞാനമുണ്ട്. പക്ഷേ മതപരമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞേ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. സ്ത്രീകൾ വ്യായാമം ചെയ്യാൻ പോകരുത്. ആളുകൾ പറഞ്ഞു കേട്ടത്, ഞാനത് നേരിട്ട് പോയി കണ്ടിട്ടില്ല, ആളുകൾ പറയുന്നത് ആണ് ഞാൻ കേട്ടത്. അപ്പോൾ ചിലർ വിമർശിക്കുന്നുണ്ട്, പറയുന്നതൊന്നും അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കരുത്, പോയി കാണണമെന്ന്. ഇല്ല, കുട്ടിക്കുപ്പായമിട്ട് ആണുങ്ങൾ, പ്രത്യേകിച്ച് യുവതികൾ, ഈ പരപുരുഷന്മാരും ഒത്തുനിന്ന് വ്യായാമം ചെയ്യുകയാണ്. ഭർത്താവോ കാമുകനോ അല്ലെങ്കിൽ അടുപ്പക്കാരോ ഇഷ്ടക്കാരോ അങ്ങനെ കുറേ വിഭാഗങ്ങളൊക്കെ ചിത്രീകരിച്ച് ഇവരുടെ കൂടെ നിന്ന് സ്ത്രീകൾ ഇങ്ങനെ വ്യായാമം ചെയ്യുമ്പോൾ അത് മോശപ്പെട്ട സന്ദേശമാണ്. ലോകക്രമം തന്നെ തകർക്കും. ഇവർ മോശപ്പെട്ട അവസ്ഥകളിലേക്ക് പോകും. ഇത് മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇത് ഹറാമാണ് എന്നായിരുന്നു കാന്തപുരത്തിൻ്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗവും. തീർച്ചയായും അദ്ദേഹം മതപണ്ഡിതനാണ്, സമസ്ത മുസ്ലിം സമുദായത്തിൻ്റെ ആത്മീയ കാര്യങ്ങൾ നോക്കുന്ന സംഘടനയുമാണ്. പക്ഷേ കേരളം പോലൊരു സംസ്ഥാനത്ത് ഇത്രയധികം വിദ്യാഭ്യാസവും ശാസ്ത്ര അധിഷ്ഠിതമായ സമൂഹമുള്ള സ്ഥലത്ത് പുരോഗമനപരമായ ആളുകൾ ചിന്തിക്കുന്ന സമയത്ത് ഇങ്ങനെ താലിബാൻ വാദങ്ങൾ കാന്തപുരം നിരത്തുന്നതിനെ സമൂഹമാകെ വിമർശിക്കുന്നുണ്ട്. കാന്തപുരം പറയുന്നു, എൻ്റെ മതത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നു എന്ന് അദ്ദേഹത്തിന് പ്രതിരോധിക്കാമെങ്കിലും അദ്ദേഹം പറയുന്നത് ശുദ്ധഭോഷ്ക് എന്ന് കേൾക്കുന്ന ആർക്കും തോന്നും. കാരണം പുരോഗമനപരമായ കാര്യങ്ങൾ, മെക്സവൻ പോലുള്ള വ്യായാമ മുറയെ CPM പ്രതിരോധിച്ചിരുന്നു. പിന്നീട് അതിൽ നിന്ന് പിന്മാറി. കാരണം അതിനകത്ത് തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ, തീവ്രവാദ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകൾ, ഭീകരവാദ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകൾ, രാജ്യദ്രോഹ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകളൊക്കെ അതിനകത്ത് ചേരുന്നു. നിരോധിത സംഘടന പോപ്പുലർ ഫ്രണ്ടിൻ്റെ മുൻ പ്രവർത്തകരൊക്കെ അതിനകത്ത് അംഗങ്ങളാണ്. അവർ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ആളുകളെ ഒരുപാട് ആകർഷിക്കുന്നു. ഇത് എന്താണ്? മതരാഷ്ട്രവാദത്തിൻ്റെ മറ്റൊരു മുഖമാണ്, പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വേറൊരു വേർഷനാണ് എന്നൊക്കെ CPM വിമർശിച്ചിരുന്നു. എന്നാൽ പിന്നീട് ആ വിമർശനം മയപ്പെടുത്തി. കാരണം അതുകൊണ്ട് ഗുണമില്ലാതെ, അത് അങ്ങനെ അല്ല എന്ന് തിരിച്ചറിവിൽ നിന്നാണോ അതോ വിമർശിച്ചിട്ട് കാര്യമില്ലെന്നുള്ളത് കൊണ്ടാണോ എന്ന് പറഞ്ഞു തുടങ്ങി. P. മോഹനൻ അറിയാം, കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ് ഈ വിമർശനവുമായി ആദ്യം രംഗത്തെത്തിയത്. പിന്നീട് ഈ P. മോഹനെ ആളുകൾ, കോൺഗ്രസിലെ സന്ദീപ് വാര്യരൊക്കെ വിമർശിച്ചത് എങ്ങനെയാണ്? എന്താണ്? കാക്കി നിക്കറും ട്രൗസറും കേട്ടിട്ട് RSS ശാഖയിൽ പോയി നിൽക്കുന്നതാണ് P. മോഹനന് അഭികാമ്യം എന്ന് വരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതോടുകൂടിയാണ് P. മോഹനൻ മെക്സവൻ്റെ കാര്യത്തിൽ ഒന്ന് അടങ്ങിയത്. അപ്പോഴാണ് കാന്തപുരം ഇടപെടുന്നത്. എന്താണ്? ഇഴ ചേർന്നുള്ള ഈ വ്യായാമ മുറ ശരിയല്ല. ആണും പെണ്ണും ഒരുമിച്ച് കാണുന്നതിന് വിലക്ക് ഉണ്ട് ഇസ്ലാം മതത്തിൽ. അത് പാലിക്കണം. അതുകൊണ്ട് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇത്തരം സംഭവങ്ങൾക്കെതിരെ പുരുഷനും സ്ത്രീയും ഒന്നിച്ച് ഇടപഴകുന്ന ഏത് പദ്ധതി വന്നാലും അതിനെ എതിർക്കുമെന്ന് കാന്തപുരം കണ്ണടച്ച് അങ്ങ് പറയുകയാണ്.